സ്ഥാനാർത്ഥികൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ്. LDF സ്ഥാനാർത്ഥി ആനി രാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ നിശബ്ദ പ്രചരണം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നിശബ്ദ പ്രചാരണം എൻ്റെ അയൽവാസികളെ കണ്ടുകൊണ്ടാണ് നിശബ്ദ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കൽപ്പറ്റയിൽ ആണിപ്പോൾ താൽക്കാലികമായി താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്നാൽ അയൽവാസികളെ മുഴുവൻ ഒരു 52 വീടുകളുണ്ട്. അവരെ കൊണ്ട് 6 മണി മുതൽ ഇറങ്ങി അവരെ കാണുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് 1 മുതൽ ഇപ്പോൾ ഈ രാവിലെ നടത്തിയ ഇതുവരെയും നടത്തിയിട്ടുള്ള ഈ പ്രചാരണം, അത് ഈ ജനങ്ങൾ എന്നെ സ്വീകരിച്ച ഒരു രീതിയുണ്ട്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും അതുപോലെ പ്രായഭേദമന്യേ ആളുകൾ കടന്നു വരുന്ന, ഓടി വരുന്ന കുഞ്ഞുമക്കളൊക്കെ ഞാൻ കാണാതെ ശ്രദ്ധിക്കാതെ പോയാൽ അവരെന്നെ അനുരാജ എന്ന് വിളിച്ച് അവരെ ഒന്ന് കൈ കാണിച്ചാലേ അവർക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു ഡെഫിനറ്റ്ലി 1-ാം തീയതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമായി ആളുകൾക്ക് എന്നെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ വിദേശിയോ അല്ലെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ട ആളോ ഒന്നുമല്ല. ഒരു സാധാരണ ഈ മണ്ണിലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാനെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവരുടെ പെരുമാറ്റത്തിലൊക്കെ. അപ്പോൾ അതിന് അവരുടെ ആ സ്നേഹം ഞാൻ കരുതുന്ന അവരൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വോട്ടവകാശം എനിക്ക് അനുകൂലമായി വിനിയോഗിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ ഏറ്റവും തുടക്കത്തിൻ്റെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ ഇവിടെ എത്തി, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇവിടെ എത്തുകയും നിരന്തരം ഈ മണ്ഡലങ്ങളുടെ പല ഭാഗങ്ങളിലേക്ക് പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആളുകളുടെ ഒരു പ്രതികരണം മുഖത്ത് കാണുമോ? വോട്ടാകുമോ? അങ്ങനെ അതാണ് നമുക്കറിയാം. ഇത് ചിലരുടെ പ്രതികരണം നമ്മൾ ഒരാളെയും ഒഴിവാക്കുന്നില്ല. UDFൻ്റെ ഈവൻ ബൂത്തുകളിൽ പോലും നമ്മൾ അവരെയും വിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. ആരെയും BJPയുടെ ബൂത്തുകളിൽ അവരെയും വിഷ് ചെയ്തിട്ടാണ്. അവരെല്ലാവരും ഇവിടുത്തെ വോട്ടർമാരാണ്. അപ്പോൾ അതുകൊണ്ടങ്ങനെ നമുക്കറിയാം, ഓരോരുത്തരുടെയും പ്രതികരണം കാണുമ്പോൾ അറിയാം നമ്മൾ വോട്ട് ചെയ്യുന്നവരാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ചില പഞ്ചായത്തുകളിലൊക്കെ ഒരു പഞ്ചായത്തിൽ 5 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഞാൻ ആളുകളെ അത്രയും ചെറിയ പോക്കറ്റുകളിലേക്ക് പോയി വോട്ടർമാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും എനിക്കെതിരായിട്ടുള്ളൊരു പ്രചാരണം, ഞാൻ വിദേശിയാണ് എന്നുള്ള ഒരു പ്രചാരണം, അതിനെ അതിജീവിക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു. ഇന്ന് ഞാൻ രാവിലെ ഒരു വ്യക്തിയെ കാണാൻ പോയപ്പോൾ അവരുടെ കൂടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ മലയാളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് സംസാരിച്ചപ്പം അങ്ങനെ അവർ തരിച്ചു നിൽക്കുകയാണ്. മലയാളിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ അങ്ങനെ ഒരു പ്രചാരണം ഇവിടെ പ്രതിയോഗികൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. അതോടൊപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഈ കുട്ടിക്കലാശാലത്തിൽ ഒരു നൃത്തം കണ്ടു. ചെറുപ്പത്തിലൊക്കെ നൃത്തം ചെയ്യുന്ന ഒന്നുമല്ല, ഞാൻ നൃത്തമൊന്നും അഭ്യസിച്ചിട്ടില്ല. എനിക്ക് നൃത്തം അറിയേയില്ല. പക്ഷേ ഈ യങ് ജനറേഷൻ്റെ കൂടെ ചേരുമ്പോൾ നമ്മൾ അവരോടൊപ്പം അവരുടെ താളത്തിനൊത്ത് തുള്ളുക എന്ന് പറഞ്ഞാൽ കോട്ട് അൺകോട്ട് അത് നമുക്ക് തരുന്ന ഒരു എനർജി അതൊന്ന് ഡിഫറെൻ്റാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ്. അതിന് പിന്നെ അവിടെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു ഇതാണ്. എന്തായാലും അപരാജിത മകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം തൊട്ട് തന്നെ അമ്മയ്ക്കൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ ഈ പ്രചാരണത്തിൻ്റെ എല്ലാം തന്നെ നേതൃത്വ നിലയിൽ തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. പ്രചാരണ രംഗത്തെല്ലാം തന്നെ ഈ ഇന്നലത്തെ മുദ്രാവാക്യം വിളി വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. കാരണം 24ൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് 10 ലക്ഷത്തിലേക്ക് അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു സന്ദർഭത്തെക്കുറിച്ച്? അതിലൊന്നും പറയാനില്ല. എനിക്ക് ലൈറ്റായിട്ടൊന്ന് ക്രിഞ്ച് അടിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബട്ട് കൊട്ടിക്കലാശമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കൺക്ലൂഷൻ ഹൈ എന്നുള്ളൊരിതിൽ നല്ല രീതിയിൽ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് എക്സ്പീരിയൻസ്? എങ്ങനെ ടോട്ടലോളോ? എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. ഐ മീൻ LDFൻ്റെ പ്രചാരണം എപ്പോഴും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിനേക്കാളും വേറിട്ട് നല്ല ഒരു വൈബുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ്. അപ്പോൾ അതിൻ്റെ കൂടാൻ പറ്റിയതിൽ അത്രയും സന്തോഷം. ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാമെന്നില്ല. കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് AYFൻ്റെ ASFൻ്റെ ഒക്കെ നേതാക്കളായിട്ടുള്ള ആളുകൾ, വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ, അവരൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീം വർക്ക് ആയിരുന്നു. അതെ, മോസ്റ്റ് സർട്ടൻലി. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹാക്കളും പല സ്റ്റേറ്റിൽ നിന്നും, രാജസ്ഥാൻ, ഡൽഹി, തെലങ്കാന, തമിഴ്നാട്, അവിടുത്തെ ഒക്കെ ASFൻ്റെയും YFൻ്റെയും പിന്നെ ഞങ്ങളുടെ NFIWയുടെയും സഹാക്കളൊക്കെ വന്നിട്ട് ക്യാമ്പയിനിൽ ചേർന്നു. ആൻഡ് അവർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്കും അത് നല്ല എക്സ്പീരിയൻസ്. ഓവറോൾ ക്യാമ്പയിനെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ്
ചെയ്തോ നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുന്ന ഒരു മോറൽ സ്ട്രെങ്ത്, പൊളിറ്റിക്കൽ കറേജ് തരുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ അച്ഛൻ, അമ്മ, മകൾ 3 പേരെ ഒരുമിച്ച് ഇന്നലെയാണ് കാണാൻ പറ്റിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ. അതെ, അല്ല ഐ മീൻ എനിക്ക് അങ്ങനത്തെ ചോദ്യം വരുമ്പോൾ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട് ടു ദിസ്. കാരണം എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ ഈ AITCയുടെയും CPIയുടെയും ഒക്കെ റാലി പോയി തന്നെയാണ്. അവിടുന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയതാണ്, പഠിച്ചതാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പല ആൾക്കാരും അങ്ങനെയാണ് ഞങ്ങളൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ പഠിക്കുന്നതും പ്രസംഗിക്കാൻ പഠിക്കുന്നതും ഒക്കെ പാർട്ടിയുടെ സമ്മേളനങ്ങളിലും ജാതിക്കും ഒക്കെ കൂടിയിട്ട് തന്നെയാണ്. സോ ഐ ഡോണ്ട് സീ ഇറ്റ് ആസ് എൻ എക്സെപ്ഷൻ ഓർ എനിത്തിങ്. നമ്മൾ പാർട്ടി കുടുംബങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ എത്രയോ ഉണ്ട്. അതും ഈ കേരളത്തിൽ തന്നെ എത്രയോ ഉണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഹോപ്പ് എങ്ങനെയാണ്? വെരി ഹോപ്പ്ഫുൾ, വെരി പോസിറ്റീവ് ആൻഡ് ഡെമോക്രസിയാണ്. ആൻഡ് അതിൽ ജനങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം പൂർത്തിയായി. ഇന്ന് നിശബ്ദ പ്രചാരണം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് അടുക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.